ധ്യാന പരമ്പരയുടെ 6-ാമത്തെ സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. കാലിക പ്രസക്തവും പ്രാധാന്യവുമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ സന്ദേശം എന്നതുകൊണ്ട് തന്നെ സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ചർച്ചയും ഇതിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുന്നു. രോഗങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവശാപത്തെക്കുറിച്ചാണ് ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഏദനിൽ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ശാപങ്ങളിൽ നിന്നാണ് മരണവും മരണകാരണങ്ങളായ തിന്മകളും മനുഷ്യനിൽ പ്രവേശിച്ചത് എന്ന് വചനം വ്യക്തമാക്കുന്നു. മനുഷ്യായുസ്സിന് പരിധികൾ നിർണ്ണയിക്കപ്പെടുകയും ജഡത്തിൽ രോഗങ്ങളും കഷ്ടങ്ങളും കടന്നു വരികയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ ജനം മിസ്രൈമിൽ നിന്ന് മരുഭൂമിയിലൂടെ കനാനിലേക്ക് യാത്ര ചെയ്യവേ മോശയിലൂടെ അവരുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. ഈ ഉടമ്പടിയിൽ ഇസ്രയേലിൻ്റെ ശത്രുക്കളായ മിസ്രയീമ്യർക്ക് വ്യാധികൾ വരുത്തിയത് യഹോവയായ ദൈവം ആണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവയൊന്നും തൻ്റെ ജനത്തിന് വന്നു ഭവിക്കാതിരിപ്പാൻ തൻ്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേട്ട് അവ അനുസരിക്കുകയും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുകയും വേണമെന്ന് ഈ ഉടമ്പടിയിൽ ദൈവം വ്യക്തമാക്കി. 30 ലക്ഷം ആളുകൾ 40 വർഷം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് 105-ാം സങ്കീർത്തനം 37-ാം വാക്യത്തിൽ പറയുന്നു. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ഒക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യത്തിൽ യഹോവയുടെ വാക്ക് അവൻ കേട്ട് അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ യഹോവ അവർക്ക് ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നീ ബാധകൾ അയക്കുകയും അവർ നശിക്കും വരെ അതവരെ പിന്തുടരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചു. കൂടാതെ യഹോവ മിസ്രയീമിലെ പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നീ ബാധകൾ അയക്കുമെന്നും അവ സൗഖ്യം ആകുകയില്ല എന്നും ആവർത്തന പുസ്തകം 28-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു. 28-ാം വാക്യത്തിൽ ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് അത്തരക്കാരെ യഹോവ ബാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 35-ാം വാക്യത്തിലാകട്ടെ കൽപ്പനകൾ അനുസരിക്കാത്തവരെ സൗഖ്യമാകാത്ത പരുക്കളാൽ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ബാധിക്കുമെന്നും പറയുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 59 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിൻ്റെ മേലും നിൻ്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മാറാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ ബാധകളൊക്കെയും വ്യാധികളൊക്കെയും അവൻ നിൻ്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിൻ്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകിയിരുന്ന നിങ്ങൾ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കായ്ക കൊണ്ട് ചുരുക്കം പേരായി ശേഷിക്കും എന്നും അവർക്ക് ഗുണം ചെയ്യുകയും അവരെ വർദ്ധിപ്പിക്കുകയും ചെയ്തതുപോലെ
അവരെ നശിപ്പിക്കുവാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് അവരെ ചെല്ലുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയുകയും ചെയ്യുമെന്നും വചനം പറയുന്നു. മരുഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ച ജനങ്ങളിൽ പ്രായപൂർത്തിയായ യോശുവയും കാലേബും മാത്രമാണ് കനാനിൽ പ്രവേശിച്ചത്. ബാക്കി മുഴുവൻ ആളുകളും മരുഭൂമിയിൽ മരണപ്പെട്ടു. യോശുവയും കാലേബും വാർദ്ധക്യകാലത്തും വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ജീവിച്ചു മരിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ശാപഫലം ആയി ജാതികളുടെ ഇടയിൽ ചിതറപ്പെടുന്ന ജനം ദൈവത്തിങ്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ മടങ്ങി വന്നാൽ യഹോവ അവരുടെ സ്ഥിതി മാറ്റുകയും അവരെ വീണ്ടും കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യത്തിൽ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പ്രവാചകനായ യിരെമ്യാവിലൂടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പുതിയ നിയമത്തിൽ യേശു രോഗികളെ സൗഖ്യമാക്കുമ്പോൾ താൻ അവരുടെ പാപങ്ങൾ മോചിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ കിടക്കമേൽ കിടന്നിരുന്ന പക്ഷവാതക രോഗിയെ കൊണ്ടുവന്നപ്പോൾ യേശു പറയുന്നത് ഇപ്രകാരമാണ്: ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നും യേശു വ്യക്തമാക്കി. യേശു ശിഷ്യന്മാർക്ക് ഈ അധികാരം കൈമാറുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്നരുളി ചെയ്ത ശേഷം ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 1 യോഹന്നാൻ 5:16-17 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. കർത്താവിൻ്റെ മേശയിൽ അയോഗ്യമായി പങ്കുകൊള്ളുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ആണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അയോഗ്യമായി തിരുമേശയിൽ പങ്കുകൊള്ളുന്നവർ ശാപകരമായ ശിക്ഷാവിധികൾക്ക്
യോഗ്യരായിത്തീരുന്നു. ഇക്കാലത്ത് അത്തരക്കാർ ധാരാളമുള്ളതായി കാണുവാൻ കഴിയും. ആകയാൽ പ്രിയരെ, യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 7-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകയാൽ പ്രിയരെ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകയാൽ അവനെ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.